ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ സഭയിലുണ്ടായ ചില തർക്കങ്ങൾ, ചില ആളുകൾ അത് BJP സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി, ജോസഫ് പാംപ്ലാനി അടക്കം രംഗത്തെത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്തൊരു ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതിലൊരു വിശദീകരണമാണ് സഭ നൽകുന്നത്. കന്യാസ്ത്രീകളുടെ മോചനത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി സിറോ മലബാർ സഭയിൽ ഭിന്നത എന്ന വാർത്ത അനുചിതമെന്നാണ് സഭ പറയുന്നത്. ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കന്യാസ്ത്രീകളുടെ മോചനത്തിനായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെടലുകൾ നടത്തിയെന്നും സഭ പറയുന്നു. സഭയ്ക്കുള്ളിൽ ഭിന്നസ്വരമാണെന്ന് വരുത്തി തീർക്കുന്നത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമെന്നും സഭ. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഗുഡ് മോർണിംഗ്. സഭാ നേതൃത്വത്തിൽ ഒരു ഭിന്നതയുണ്ടായി എന്നുള്ള വാർത്ത പുറത്തു വരുന്നതിൽ അത്ഭുതമില്ല എന്നാണ് തോന്നുന്നത്. കാരണം അത്തരം ചില പരാമർശങ്ങൾ പലരുടെയും ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ അത്തരം ഒരു ഭിന്നത സഭയ്ക്കകത്തില്ല. ഛത്തീസ്ഗഡ് സർക്കാരിനെ പോലെ എല്ലാ കേന്ദ്ര സർക്കാരും അതിൽ പ്രധാനമന്ത്രിയും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയും ഒക്കെ പ്രത്യേകമായി ഇടപെട്ടു എന്നെടുത്ത് പറയുകയാണോ സഭ? ജിൽസി, ഗുഡ് മോർണിംഗ്. അതായത് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത് 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് ജാമ്യം കിട്ടുന്നത്. അവർക്കെതിരെയുള്ള ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കിയിട്ടില്ല, കേസും റദ്ദാക്കിയിട്ടില്ല, ജാമ്യം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും BJPയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കാൻ അല്ലെങ്കിൽ അവരെ വെറുപ്പിച്ച് ഒന്നും പറയാൻ സഭയുടെ നേതൃത്വം അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഒരിക്കലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകില്ല എന്നൊന്നും ഒരു ഉറപ്പ് BJP ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല. പക്ഷേ BJPയെ തൽക്കാലം വെറുപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ കൂടിയാണ് സഭ പോകുന്നത്. പക്ഷേ സഭയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഭിന്നതകളുമുണ്ട്. പല രൂപതകളിലെയും നിലപാടുകൾ പലതാണ്. സഭയുടെ ഔദ്യോഗിക നിലപാട് കഴിഞ്ഞ ദിവസം സഭ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ BJPയുടെ നിലപാട് തുടക്കം മുതൽ സഭയെ സഹായിക്കണമെന്നാണ് എന്നായിരുന്നു. പക്ഷേ ഛത്തീസ്ഗഡിലെ BJPയുടെ നിലപാട് അതല്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ വളരെ മോശം രീതിയിലുള്ള പോസ്റ്ററുകളുമൊക്കെ അവരുടെ ഔദ്യോഗിക പേജുകൾ വഴി പങ്കുവയ്ക്കുന്നത്. അപ്പോഴും ഈ താമരശ്ശേരി രൂപത ബിഷപ്പ് പറയുന്നത് തലശ്ശേരി രൂപത ബിഷപ്പ് പറയുന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ സഹായിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നത്, അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതെന്നാണ്. പക്ഷേ ഇരിങ്ങാലക്കുട രൂപതയുടെ ബിഷപ്പ് അത് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പുള്ളി BJPയെ ശക്തിയുക്തം എതിർക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട രൂപത താമരശ്ശേരി രൂപത ഇന്നലെ നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികളൊക്കെ ഉപേക്ഷിച്ചിരുന്നു. അതായത് ജാമ്യം കിട്ടിയല്ലോ, ഇനി പ്രതിഷേധിക്കേണ്ടതെന്നാണ് താമരശ്ശേരി രൂപതയുടെ തീരുമാനം. പക്ഷേ കോഴിക്കോട് ഇന്നലെ വൈകിട്ട് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപയുടെ നേതൃത്വത്തിൽ ഇന്നലെ ആലുവയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ BJPയുടെ എടുക്കുന്ന മൃദു സമീപനത്തിൽ വലിയ തോതിൽ എതിർപ്പുകളുണ്ട് എന്നൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. സഭയ്ക്കുള്ളിൽ വലിയ തോതിൽ ഭിന്നതകളുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിനെതിരെയാണ് ഇന്നലെ രാത്രി തന്നെ ഏകദേശം 11:30യോടുകൂടി തന്നെ ഇത്തരത്തിലൊരു ഔദ്യോഗിക വിശദീകരണക്കുറിപ്പ് സിറോ മലബാർ മീഡിയ കമ്മീഷന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിൽ കൂടി തന്നെ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഇത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് സിറോ മലബാർ സഭ പ്രതികരിക്കുന്നത്. ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്തരത്തിൽ സഭയിൽ ഭിന്നതയുണ്ടെന്ന് പറയുന്നത് അനുചിതമാണ്. അത്തരത്തിലൊരു ഭിന്നതയും സഭയ്ക്കുള്ളിൽ ഇല്ല എന്നാണ് പറയുന്നത്. മാധ്യമ സൃഷ്ടി മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രിയുടെ ദൂതനായി ഛത്തീസ്ഗഡിലേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം സഭയുടെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് എന്ന കാര്യമൊക്കെ സഭ ഓർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ സഹായിച്ച എല്ലാ ആളുകൾക്കും സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും അതിൽ ആരെയും വിട്ടുപോയിട്ടില്ല എന്നുമാണ് സിറോ മലബാർ സഭ പറയുന്നത്. ഒപ്പം തന്നെ ഈ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്ന് ഉറപ്പ് എല്ലാ മതരാഷ്ട്രീയ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നും സിറോ മലബാർ സഭ പറയുന്നുണ്ട്. സഭയുടെ PRO സഭയുടെ ഔദ്യോഗിക വക്താവ് തന്നെ മാധ്യമങ്ങളിലെല്ലാം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഇത്തരത്തിലൊരു ഭിന്നതയില്ല, അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ ഇത്തരത്തിൽ രണ്ടഭിപ്രായമില്ല, ഭിന്നതയില്ല എന്നാണ് സിറോ മലബാർ സഭ പറയുന്നത്. പക്ഷേ എപ്പോഴും ഈ KCBCയിൽ തന്നെ അംഗമായ വിവിധ ബിഷപ്പുമാർ വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്കുള്ളിൽ തന്നെ പല ബിഷപ്പുമാരും പല നിലപാടെടുക്കുന്നത്. ചിലർ മൃദു സമീപനം സ്വീകരിക്കുന്നുണ്ട്. BJPയെ വലിയ തോതിൽ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതിനെ വലിയ തോതിൽ എതിർക്കുന്നവരുണ്ട്. BJPയുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ RSSന്റെ രാഷ്ട്രീയത്തെ കൃത്യമായി എതിർത്ത് തന്നെ മുന്നോട്ട് പോകണമെന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞിരുന്നത് അതായത് സഭയ്ക്ക് ഞങ്ങൾക്ക് സഭയെയല്ല, സഭയ്ക്ക് ഞങ്ങളെയാണ് ആവശ്യമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം നിലപാടുകൾ എടുക്കുന്നവരോട് അതേ തരത്തിൽ തന്നെ തിരിച്ച് നിലപാടുകൾ എടുക്കണമെന്നാണ് സഭയിൽ ചിലർ പറയുന്നത്. പക്ഷേ പ്രധാനമായും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ
സഭയ്ക്ക് വേണ്ടി പ്രതികരിക്കേണ്ടവർ അത് BJP അത്ര അങ്ങ് വെറുപ്പിച്ച് പോകാനും തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിൽ ഭിന്നതയില്ല എന്ന് സഭ ഔദ്യോഗികമായി പത്രക്കുറിപ്പ് ഇറക്കുമ്പോഴും പക്ഷേ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഭിന്ന സ്വരങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ജിൽസി, യെസ്, അത് തന്നെയാണ്. അതൊരു വായുവിൽ നിന്നുണ്ടായ വാർത്തയല്ല. സഭയ്ക്കകത്ത് ഭിന്നസ്വരമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കേട്ടതാണ്. പക്ഷേ അത്തരമൊരു ഭിന്നസ്വരം ഇക്കാര്യത്തിലില്ല. സഭയുടെ നിലപാട് ഒരുമിച്ച് തന്നെയാണെന്നാണ് സിറോ മലബാർ സഭ ഔദ്യോഗികമായി തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും BJPയോടുള്ള നിലപാടിൽ, അതായത് ഒരു കടുത്ത നിലപാടിലേക്ക് പോകേണ്ട എന്ന് പറയുന്ന ആളുകളും എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ അതേ നിലപാടിൽ തന്നെ എതിർക്കണമെന്ന് പറയുന്ന ആളുകളും സഭയ്ക്കകത്തുണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാണ്. നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്, രണ്ട് തോണിയിൽ കാലിട്ട് പോകുന്ന സഭക്കാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രതിഷേധിക്കാം, നല്ല നിലപാടെന്നാണ് രസനി പറയുന്നത്. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ലെന്ന നിലപാടെന്നൊക്കെ പറയുന്നുണ്ട്. ശരി, എന്തായാലും നമ്മുടെ പ്രേക്ഷകരും അതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രതികരണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത്